Niva Gold, Diamonds and Platinum, Cherpalasheri and Ottapalam. ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിനെതിരായ പരാതി ഉദ്യോഗസ്ഥരുടെ തുടർ നടപടികളിൽ നഗരസഭാ ഭരണസമിതി ഒരു തരത്തിലും ഇടപെടില്ലെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ. ആശുപത്രിയിലെ മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുന്നെന്ന പരാതിയിൽ കൗൺസിലിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ചെയർമാൻ. എന്നാൽ അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചത് ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ആശുപത്രിക്ക് നേരത്തെ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കൗൺസിലിൽ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ഹോസ്പിറ്റലാണെങ്കിലും അനുവദിക്കാനാവില്ലെന്നും ചെയർമാൻ പറഞ്ഞു. ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രിയിലെ മലിനജലം ഓടയിലേക്ക് ഒഴുക്കുന്നുവെന്നാരോപിച്ച് നഗരസഭയിൽ സമർപ്പിക്കപ്പെട്ട പരാതിയുടെ നടപടികൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കോഓപ്പറേറ്റീവ് ആശുപത്രിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കാര്യം വ്യക്തമാക്കിയത്. ആശുപത്രിക്ക് ലൈസൻസ് നൽകിയ അവസരത്തിൽ നിർദ്ദേശിച്ച വ്യവസ്ഥകൾക്ക് പുറമെ അധിക മുറികൾ ഉപയോഗിച്ചതും അനധികൃത കെട്ടിട നിർമ്മാണവും ചൂണ്ടിക്കാട്ടി നഗരസഭ നിരവധി തവണ ആശുപത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നതായും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്നും തുടർ നടപടികളുടെ ഭാഗമായി ആശുപത്രിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായും നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി. ഉച്ചയ്ക്ക് നമ്മുടെ ജീവനക്കാരെയും കൊണ്ട് ആ ഹോൾ അടയ്ക്കാൻ വേണ്ടി പോയിരുന്ന സമയത്ത് തന്നെ അത് അടച്ചാൽ കാണപ്പെട്ടു. ആരടച്ചു നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ആരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് എന്തായാലും അതിന്റെ പുറത്ത് നമ്മുടെ കൂടി ആ സിമെന്റും ഇതൊക്കെ മെറ്റലൊക്കെ വെച്ചോണ്ട് അടച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ആശുപത്രിക്ക് നേരത്തെ തന്നെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നൊരു ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ അതിന്റെ ഫയൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ പോരാത്തതിന് ലൈസൻസുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ആദ്യം കൊടുത്ത നമ്പറിന് പുറമെ കൂടുതൽ മുറികൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ലൈസൻസ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ അതിന് നോട്ടീസ് കൊടുത്തു. അതോടൊപ്പം തന്നെ അനധികൃത നിർമ്മാണം ഉണ്ട് എന്ന് പറഞ്ഞ് അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി അറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ പലതവണയായി ഇതിന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അനധികൃത നിർമ്മാണ സംബന്ധിച്ച വിഷയത്തിലും അത് ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി അറിയിപ്പ് കൊടുത്തിട്ടും അത് ശരിയായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകാത്തതുകൊണ്ട്, അതായത് ഈ പ്രശ്നം പരിഹരിക്കാത്തതുകൊണ്ട് ഏറ്റവും ഒടുവിലായിട്ട് ഈ പ്രശ്നത്തോട് മാത്രമല്ല നമ്മൾ ഇത്രയും കാലം എടുത്തു വന്ന നടപടികളുടെ തുടർച്ച എന്നോടും ഇപ്പൊ അവസാന ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്ഥാപനങ്ങൾ വളരെ ആശുപത്രിയാണ്. അപ്പൊ സ്വാഭാവിക രോഗികളും അവരുടെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ മാറ്റാനുള്ളൊരു സുരക്ഷിതമായി മാറ്റാനുള്ള ഒരു സമയം കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുശേഷം ബാക്കിയുള്ള നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ പരാതി സമർപ്പിക്കപ്പെട്ടതായി അറിവില്ലെന്നും ആശുപത്രിയാണെങ്കിൽ പോലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും ആശുപത്രിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നഗരസഭാ ഭരണസമിതി ഒരു തരത്തിലും ഇടപെടില്ലെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. എന്നാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെർപ്പളശ്ശേരിയിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഇവരുടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ വ്യക്തിപരമായി ആവശ്യപ്പെടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഈ ഭരണസമിതി ഈ വിഷയങ്ങൾ കൗൺസിൽ വരുമ്പോഴെല്ലാം തന്നെ എല്ലാ സമയത്തും ഉന്നയിക്കുമ്പോഴും നിയമവിരുദ്ധമായ ഒരു നടപടിക്കും ഒരു ആവശ്യവും ഒരു ഉദ്യോഗസ്ഥർക്കും നമ്മൾ വെച്ചിട്ടില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് സെക്രട്ടറിയാരും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ ഇടപെടാൻ മടിക്കുന്നത് ചെർപ്പശ്ശേരികൾ ബദൽ ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നില്ല എന്നതായിരിക്കും. അതിനുപരി അത് പെട്ടെന്ന് ആശുപത്രി അടച്ചുകൂട്ടുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് രോഗികളുണ്ടാവാം, രോഗികളുടെ ശ്രദ്ധയുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോഴും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെടുത്ത നടപടി എന്താണെന്ന് ഞങ്ങളോട് നേരിട്ട് പ്രവർത്തിക്കുകയോ സ്റ്റോപ്പ് കൊടുത്തു എന്ന് അറിയാൻ കഴിഞ്ഞല്ല. നമുക്ക് ചെയർമാനിലേക്ക് ഇരിക്കാൻ കൊടുക്കുകയോ എന്നുണ്ടായില്ല. നമ്മളോട് ഉദ്യോഗസ്ഥരുടെ എടുത്തു വന്നാൽ നമുക്കൊരു അറിയിപ്പൊന്നും ഔദ്യോഗികമായി ആ സ്ഥാപനം അടച്ചുകൂട്ടതിനെ വേണ്ടിയിട്ടോ അടച്ചുകൂട്ടാൻ നോട്ടീസ് കൊടുത്തതിനെ വേണ്ടിയിട്ടോ ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല എന്നുകൂടി കൗൺസിലിനെ അറിയിക്കാം. എന്നോട് ഇപ്പം ഞാൻ പറയുന്നു, നിയമവിരുദ്ധമായിട്ട് ഒരു പരിഗണനയും കൊടുക്കാൻ ഞാൻ അതിനുള്ള അന്വേഷണം CCM കൊടുത്തിട്ട് സെക്രട്ടറി കൊടുക്കുക. എന്തായാലും ബന്ധപ്പെട്ട സ്ഥാപനം സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഇടപെടൽ അവരോട് നടത്താൻ വേണ്ടി നമ്മൾ തന്നെ വ്യക്തിപരമായും ഇതിനു മുമ്പ് തന്നെ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നതാണത്. അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ അത് നടത്തും എന്ന് പ്രത്യാശിക്കാം. ചെർപ്പശ്ശേരിക്കാർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ പോകാൻ ഒരു സ്ഥാപനം അനിവാര്യമാണ്. അത് കരുതി ആ ദുരിതം നാട്ടുകാർ പേരേണ്ടതില്ല എന്നതിനാക്കി. അതേസമയം നഗരസഭയിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ആശുപത്രി ചെയർമാൻ K. വേണുഗോപാൽ പ്രതികരിച്ചത്.